ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 8 ആരംഭിക്കാം. ദശകം 8 ഒന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് പഠിക്കുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേ ഹ്യാദിമേ ലബ്ധജന്മ ബ്രഹ്മാ ഭൂയസ്ത്വത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. കഴിഞ്ഞ ദശകത്തിൽ സ്വയംഭൂവായ ഹിരണ്യഗർഭനെന്ന് വിളിക്കുന്ന ബ്രഹ്മാവിന് വൈകുണ്ഠത്തിൽ ഭഗവത് ദർശനം ഉണ്ടായതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ ദശകത്തിൽ ആ ബ്രഹ്മാവ് പിന്നീട് എന്തു ചെയ്തു എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേ ഹ്യാദിമേ ലബ്ധജന്മ. ഏവം താവത്, ഏവം അപ്രകാരം, താവത് അപ്പോൾ, പ്രാകൃതപ്രക്ഷയാന്തേ പ്രാകൃതപ്രക്ഷയം പ്രാകൃതപ്രളയത്തിൻ്റെ അന്തേ അവസാനത്തിൽ, ഇപ്രകാരം അപ്പോൾ പ്രാകൃതപ്രളയത്തിൻ്റെ അവസാനത്തിൽ ബ്രാഹ്മേ കൽപ്പേഹ്യാദിമേ ബ്രാഹ്മേ കൽപ്പേഹി ബ്രാഹ്മകൽപ്പത്തിൽ ആദിമേ ആദ്യത്തെ ബ്രഹ്മകൽപ്പത്തിൽ ലബ്ധജന്മ ലബ്ധ ലഭിച്ച ജന്മ ജന്മം ലഭിച്ച, ഇപ്രകാരം അപ്പോൾ പ്രാകൃതപ്രളയത്തിൻ്റെ അവസാനത്തിലുണ്ടായ ആദ്യത്തെ ബ്രഹ്മകൽപ്പത്തിൽ ജന്മം ലഭിച്ച ബ്രഹ്മാ ഭൂയസ്ത്വത്ത ഏവാപ്യവേദാൻ ബ്രഹ്മ, അങ്ങനെ ജന്മം ലഭിച്ച ആ ബ്രഹ്മാവ് ഭൂയസ്ത്വത്ത ഭൂയഃ വീണ്ടും ത്വത്ത അങ്ങയിൽ നിന്നും ഏവാപ്യ ഏവ അങ്ങയിൽ നിന്നും തന്നെ ഏവ തന്നെ ആപ്യ ലഭിച്ച വേദാൻ വേദങ്ങളെ. അങ്ങനെ അപ്രകാരം പ്രാകൃതപ്രളയത്തിൻ്റെ അവസാനത്തിൽ ആദ്യത്തെ ബ്രഹ്മകൽപ്പത്തിൽ ജന്മം ലഭിച്ച ആ ബ്രഹ്മാവ് വീണ്ടും ഭഗവാനിൽ നിന്നു തന്നെ വേദങ്ങളെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചിട്ട് സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. സൃഷ്ടിം ചക്രേ സൃഷ്ടിയെ ചക്രേ ചെയ്തു, പൂർവകൽപ്പോപമാനാം പൂർവകൽപ്പ ഉപമാനാം പൂർവകൽപ്പം പ്രാകൃത പ്രളയത്തിന് തൊട്ടു മുൻപുണ്ടായിരുന്ന കൽപ്പത്തിൽ ഉണ്ടായിരുന്ന സൃഷ്ടികളെയെല്ലാം പൂർവകൽപ്പത്തിൽ ഉണ്ടായിരുന്നവയെല്ലാം ഉപമാനാം അതുപോലെ തന്നെ സൃഷ്ടിം ചക്രേ സൃഷ്ടിയെ ചെയ്തു. അതായത് പ്രാകൃത പ്രളയത്തിന് മുൻപുണ്ടായിരുന്ന പഴയ കൽപ്പത്തിലെ സൃഷ്ടികളെ പോലെ തന്നെയുള്ള എല്ലാ സൃഷ്ടികളെയും ഈ ബ്രഹ്മാവ് വീണ്ടും ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒരുമിച്ച് ഒന്നുകൂടി പറയാം. ഇപ്രകാരം പ്രാകൃത പ്രളയത്തിൻ്റെ അവസാനത്തിൽ ആദ്യത്തെ ബ്രഹ്മകൽപ്പത്തിൽ ജന്മം ലഭിച്ച ആ ഹിരണ്യഗർഭനും സ്വയംഭൂവുമായ ബ്രഹ്മാവ് വീണ്ടും ഭഗവാനിൽ നിന്നു തന്നെ വേദങ്ങളെപ്പറ്റിയുള്ള അറിവ് ലഭിച്ചിട്ട് പ്രാകൃത പ്രളയത്തിന് മുൻപ് ഉണ്ടായിരുന്ന പഴയ കൽപ്പത്തിലെ സൃഷ്ടികളെ പോലെ തന്നെയുള്ള സൃഷ്ടികളെ വീണ്ടും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേ ഹ്യാദിമേ ലബ്ധജന്മ ബ്രഹ്മാ ഭൂയസ്ത്വത്വയേവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേ ഹ്യാദിമേ ലബ്ധജന്മ ബ്രഹ്മാ ഭൂയസ്ത്വത്വ ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. രണ്ടാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും
അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.